നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് ഡൽഹി നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് LLB പ്രോഗ്രാമിലേക്കും LLM പ്രോഗ്രാമിലേക്കും അഡ്മിഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. August 7 തുടങ്ങി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് November 10th ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, എത്രയാണ് ഇവിടുത്തെ ഫീസ് വരിക എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. നമുക്ക് ഇന്ന് ഈ നോട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഒന്ന് കവർ ചെയ്യും. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ August 7 തുടങ്ങിയ ലൈവാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ November 10th 2025 ആണ്. അതിനുശേഷം ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റ് നടത്തും. അതാണ് IELTS എന്ന് പറയുന്നത്. ഈ എക്സാമിനേഷന്റെ ഡേറ്റ് December 14th ആണ്. ഉച്ച കഴിഞ്ഞ് 2 തുടങ്ങി 4 വരെയാണ് ഇതിന്റെ എക്സാമിനേഷന് സമയം. പിന്നെ ഈ BLLB പ്രോഗ്രാമിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതില് സിവിൽ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ, അതായത് 10+2 +2 എക്സാമിനേഷനോ അതല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമിനേഷനോ 45% മാർക്കോട് കൂടി പാസ്സായ ഒരു സ്റ്റുഡന്റിന് ഇത് അപ്ലൈ ചെയ്യാം. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 42% മാർക്ക് മതി. SC/ST കാറ്റഗറി ആണെങ്കിൽ 40% മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ 2025 നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്പിയർ ചെയ്യാം. റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം അവരൊരു കട്ട് ഓഫ് ഡേറ്റ് പറയും. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ഇവിടെ BLLB പ്രോഗ്രാം ആണ് നടത്തുന്നത്. ഈ LLB പ്രോഗ്രാം തന്നെ BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB, അങ്ങനെയുള്ള ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ ഇവര് നടത്തുന്ന പ്രോഗ്രാം BA LLB ആണ്. ഇത് 10 സെമസ്റ്റേഴ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ, അതായത് 5 വർഷത്തെ കോഴ്സ് ആണ്. ഇതിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 120 സീറ്റ് ആണ്. ഇതിൽ 110 സീറ്റിലേക്കാണ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി അവർ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ബാക്കി 10 സീറ്റ് ഫോറിൻ നാഷണൽസിനും പിന്നെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് ആയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ 110 സീറ്റിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് LLM കോഴ്സ്. LLM കോഴ്സ് ഇവിടെ 1 year LLM ആണ്. ഇതിലും എലിജിബിലിറ്റി പറയുന്നത് LLB അല്ലെങ്കിൽ അതിന് ഇക്വൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. നിങ്ങൾ 50% മാർക്കോട് കൂടി പാസ്സായ ഒരു സ്റ്റുഡന്റ് ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ SC/ST കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് ആയാലും അപ്ലൈ ചെയ്യാം. പിന്നെ ഈ 2025 ആനുവൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാം. സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് നിങ്ങൾ ആ റിക്വയർഡ് സമയത്ത് നിങ്ങളുടെ എലിജിബിലിറ്റി തെളിയിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഉള്ളത് ആകെ 70 + 10 + 1, അതായത് 70 സീറ്റ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ വഴി, 10 സീറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ നാഷണൽസിനൊക്കെ ആയിട്ടുള്ളതും, പിന്നെ 1 സീറ്റാണ് കാശ്മീരി മൈഗ്രൻസിനുള്ള സീറ്റുള്ളത്. അങ്ങനെ മൊത്തം 81 സീറ്റാണ് ഈ LLM പ്രോഗ്രാമിലേക്ക് ഉള്ളത്. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതിന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ സിറ്റിയെ കുറിച്ച്. എൻട്രൻസ് എക്സാമിനേഷൻ December 14th ആണെന്ന് പറഞ്ഞു. ഇത് ഓൾ ഇന്ത്യ ലെവലിലാണ് എക്സാമിനേഷൻ നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ ഇവിടെ 2 സ്ഥലങ്ങളിലാണ് എക്സാം സെന്റേഴ്സ് ഉള്ളത്. അതൊന്ന് കൊച്ചിയിലാണ്, രണ്ടാമത്തേത് തിരുവനന്തപുരത്താണ്. പക്ഷെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 3 ടെസ്റ്റ് സെന്റേഴ്സ് നിങ്ങളുടെ ചോയ്സ് കൊടുക്കുക. ഈ ചോയ്സ് കൊടുക്കുന്നത് നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ വേണം. അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ടെസ്റ്റ് സെന്റർ പോകാൻ ഉദ്ദേശം ഉള്ളത് കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾ കൊച്ചി ആദ്യം കൊടുക്കുക. രണ്ടാമത് നിങ്ങൾക്ക് തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം കൊടുക്കുക. ഇത് കൂടാതെ നിങ്ങൾ വേറെ ഒരു ടെസ്റ്റ് സെന്ററും കൂടെ കൊടുക്കണം. അതായത് 3 എണ്ണമാണ് കൊടുക്കേണ്ടത്. കാര്യം ഇവർ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെന്ററിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ 100 സ്റ്റുഡൻസിന് കൂടുതൽ ആ ടെസ്റ്റ് സെന്റർ ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അവർ എക്സാം കണ്ടക്ട് ചെയ്യില്ല. അവരെ നിങ്ങൾക്ക് അടുത്ത ചോയ്സ് എവിടെയാണോ അവിടേക്കായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് സെന്റർ ആയിട്ട് അലോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ 3 എണ്ണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫീസ് അവർക്ക് അടയ്ക്കേണ്ടതുണ്ട്. അതിന് ജനറൽ കാൻഡിഡേറ്റ്സ് 3000 rupees ആണ് അടയ്ക്കേണ്ടത്. SC/ST പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് 1000 rupees ആണ് അവർക്കുള്ള ആപ്ലിക്കേഷൻ ഫീ. ഇനി BPL ലെവലിലുള്ള SC/STക്കും വിമൻ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വേണ്ട.
ഇത്രയൊക്കെയാണ് നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇതിന്റെ സീറ്റ് അവൈലബിലിറ്റി നോക്കാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 110 സീറ്റാണ് നമുക്ക് ഇവിടെ ഐലറ്റ് വഴി അത് ഫില്ല് ചെയ്യുന്നതാണ്. 10 സീറ്റ്സ് ബാക്കി 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. ഇനി അവരുടെ അഭാവത്തില് ആ സീറ്റ് കൂടി ഈ ഐലറ്റ് വഴി അവർ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ കാൻഡിഡേറ്റ്സിനും സാധാരണ കോളേജുകളിൽ ലഭിക്കുന്ന റിസർവേഷൻ ഇവിടെയും ലഭിക്കുന്നതാണ്. അടുത്ത നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ആണ്. ഇവിടെ സാധാരണ ഗവൺമെന്റ് ലോ കോളേജിലെ പോലെ അല്ല, ഇവിടെ കമ്പാരിറ്റീവ്ലി നല്ലൊരു ഫീസ് തന്നെ ഉണ്ട്. പക്ഷെ അതനുസരിച്ചിട്ട് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന്റെ ഫീസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അതായത് ഓരോ വർഷവും നിങ്ങൾ നൽകേണ്ട എമൗണ്ട് ആണ് 3 ഹെഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആനുവൽ ഫീ ഉണ്ട്, വൺ ടൈം ഫീ ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്. അത് എത്രയാണെന്ന് നോക്കാം. ആനുവൽ ഫീ, അതായത് ഒരു വർഷം നിങ്ങൾ കൊടുക്കേണ്ടത് അഡ്മിഷൻ, അത് വൺ ടൈം ആണ്, 10,000 ആണ്. ട്യൂഷൻ ഫീ പെർ ആനം, അതായത് നിങ്ങൾ ഓരോ വർഷവും കൊടുക്കേണ്ട ഫീസ് ആണത്, അത് 1,56,000 ആണ്. പിന്നെ അക്കാഡമിക് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ്, ഇതും ഓരോ വർഷവും കൊടുക്കണം. അതായത് 5 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഈ 5 വർഷവും നിങ്ങൾ ഇത് കൊടുക്കേണ്ടതാണ്. അത് 43,000 ആണ് അതിന്റെ എമൗണ്ട്. സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ട്, ഇതും പെർ ആനം ആണ്, 7,000 ആണ്. യൂട്ടിലിറ്റി സർവീസസും പെർ ആനം ആണ്, 20,000 ആണ്. ഇനി റീഫണ്ടബിൾ എസ്റ്റേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 25,000 ഇത് ആദ്യ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഹാൾ ഓഫ് റെസിഡൻസ് ചാർജ്, അതായത് ഹോസ്റ്റലിലെ ചാർജ് ആണ്, ഇത് ഓരോ വർഷവും കൊടുക്കേണ്ടതാണ്, അത് 89,000 ആണ്. പിന്നെ മെസ് ചാർജസ് ഉണ്ട്, അതും ഓരോ വർഷവും നിങ്ങൾ നൽകണം, അങ്ങനെ 45,000 ആണ് അത്. ഇതാണ് സാധാരണഗതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ. പിന്നെ ഓരോ വർഷവും ഈ BA LLBക്കാർക്ക് അവരുടെ ട്യൂഷൻ ഫീസിൽ ചെറിയ ഇൻക്രീസ് ഒക്കെ ഉണ്ടാവും. അതായത് ട്യൂഷൻ ഫീയുടെ അണ്ടറിൽ ചിലപ്പോൾ 7,000 പെർ ആനം കൂടും. പിന്നെ ഹാൾ ഓഫ് റെസിഡൻസ് ചാർജ്, അതായത് ഇതിന്റെ ഹോസ്റ്റലിന്റെ ചാർജ് ഓരോ വർഷവും 3,000 രൂപ വെച്ച് അതും കൂടും. അപ്പൊ ഇതാണ് ഫീസ് സ്ട്രക്ചർ. പിന്നെ ഹോസ്റ്റൽ അക്കോമഡേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ അക്കോമഡേഷൻ എല്ലാവർക്കും തന്നെ ലഭിക്കില്ല. ഇത് ഏരിയൽ ഡിസ്റ്റൻസ് അനുസരിച്ച്, അതായത് നിങ്ങളുടെ റെസിഡൻസും ഈ കോളേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ +2 ലെവലിലെ മാർക്കോ അതല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷന്റെ റാങ്കോ ഒന്നും ഈ ഹോസ്റ്റൽ അക്കോമഡേഷന് വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യില്ല. ഇത് ഏരിയൽ ഡിസ്റ്റൻസ് മാത്രം നോക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ഈ BA LLB കോഴ്സിനെ കുറിച്ചും നോക്കാനുള്ളത്. അടുത്ത നമുക്ക് LLM കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. LLM എൻട്രൻസ് എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം നമ്മൾ നൽകണം. ഇതിന്റെ ടോട്ടൽ 1 ഇയറിലേക്കുള്ള ഫീസ് എത്രയാവുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതും ആനുവൽ ഫീ ഉണ്ട്, വൺ ടൈം ഫീ ഉണ്ട്, കൂടാതെ ഡെപ്പോസിറ്റ്സും ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ ഫീ ഇവിടെ 10,000 കൊടുക്കണം. ട്യൂഷൻ ഫീ 1,56,000 ആണ്. അക്കാഡമിക് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് 43,000, സ്റ്റുഡന്റ് വെൽഫെയറിലേക്ക് 7,000, യൂട്ടിലിറ്റി സർവീസസിൽ 28,000, റീഫണ്ടബിൾ എസ്റ്റേറ്റ് ഇത് വൺ ടൈം നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പോരാന്നിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇത് 25,000 റുപ്പീസ് ആണ്. പിന്നെ ഹോസ്റ്റൽ അക്കോമഡേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ LLM സ്റ്റുഡൻസിന് ഇവിടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഇല്ല. എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ് നമ്മൾ പറയാൻ വിട്ടുപോയി BA LLBയുടെ. അത് നമുക്ക് എല്ലാം നോക്കിയിട്ട് പിന്നെ BA LLBയിലേക്ക് തിരിച്ചു വരാം. December 14th ആണ് എക്സാം എന്ന് പറഞ്ഞു. അപ്പോ ഇതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. MCQ ടെസ്റ്റ് ആണ്, അതായത് പെൻ പേപ്പർ ബേസ്ഡ് ആണ്, OMR ബേസ്ഡ് ആണ്, ഓൺലൈൻ അല്ല. ഇത് LLM നിന്ന് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഓരോ റൈറ്റ് ആൻസറിന് ഒരു മാർക്ക് വീതം ലഭിക്കും. ഓരോ റോങ് ആൻസറിന് 0.25 മാർക്ക് വെച്ച്, അതായത് 1/4 മാർക്ക് വെച്ച് ഓരോ റോങ് ആൻസറിന് ഡിഡക്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ മാർക്കിംഗ് പാറ്റേൺ. ഇനി സബ്ജക്ട് ചോദിച്ചാല് ലോയില് ഡിഫറെന്റ് ബ്രാഞ്ചസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ LLM എൻട്രൻസിൽ ഉണ്ടാവുള്ളൂ. പിന്നെ 2 മണിക്കൂറാണ് ഇതിന്റെ ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ. LLB എൻട്രൻസ് 150 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇത് OMR ബേസ്ഡ് തന്നെയാണ്, ഓൺലൈൻ അല്ല. പെൻ പേപ്പർ മോഡിൽ നിങ്ങൾ എഴുതണം. ഇതിൽ ക്വസ്റ്റ്യൻസിന് ഈ സെക്ഷനായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടെസ്റ്റ്. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്കൻഡ് ആണ് കറന്റ് അഫയേഴ്സ്. ഇതിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സെക്ഷൻ C ഇതാണ് ലോജിക്കൽ റീസണിങ്. ഈ ലോജിക്കൽ റീസണിങ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് 70 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. ഇത് കൂടാതെ ഈ പാർട്ടിൽ ലീഗൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ ഡീപ്
ലോയിലേക്ക് ഒന്നും പോകണ്ട, ജനറൽ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിട്ട് പോയാൽ ഈ പേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും. ഈ ലോജിക്കൽ റീസണിങ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ലോ പേപ്പർ വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിൽ നിന്നാണ് വരുന്നത്. കൂടാതെ ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷന് ഒന്നോ രണ്ടോ പേർക്ക് ഒരേ മാർക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ഒരു ടൈ വരുമല്ലോ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആർക്കാണ് ലോജിക്കൽ റീസണിങ്ങിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് അവയായിരിക്കും ഹയർ റാങ്കിൽ പ്ലേസ് ചെയ്യും. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിട്ട് ഈ ലോജിക്കൽ റീസണിൽ കൂടുതൽ എംഫസൈസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലും ഓരോ റൈറ്റ് ആൻസറിന് 1 മാർക്ക് വീതമാണ് ലഭിക്കുക. റോങ് ആൻസർ ആണെങ്കിൽ 0.25 മാർക്ക് ഡിഡക്ട് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് BA LLB പ്രോഗ്രാമിലും LLM പ്രോഗ്രാമിലും എൻട്രൻസ് എക്സാമിനേഷന് ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഡൽഹി ലോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ മതി. nludelhi.ac.in ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ നിങ്ങൾ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റും ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.